നമസ്കാരം. നമ്മൾ ലേയിലാണുള്ളത്. ലേയിൽ വരുന്ന സഞ്ചാരികൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട 4 പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് നമ്മളിന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തിക്സെ മൊണാസ്ട്രി, അതുപോലെ തന്നെ ഷെയ് പാലസ്, പിന്നെ വാൾ ഓഫ് ലഡാക്ക് അല്ലെങ്കിൽ 3 ഇഡിയറ്റ് വാള് എന്നറിയപ്പെടുന്ന ആ ഒരു സ്ഥലം, അത് കഴിഞ്ഞിട്ട് പിന്നെ ശാന്തി സ്തൂപ. ഇത്രയും സ്ഥലങ്ങളാണ് നമുക്ക് ഇന്ന് സന്ദർശിക്കാനുള്ളത്. അതിൽ തിക്സെ മൊണാസ്ട്രിയുടെ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ബാക്കി വരുന്ന 3 സ്ഥലങ്ങളിലേക്കുള്ള ഒരു ചെറിയ യാത്രയാണ്. അപ്പോൾ ആ സ്ഥലങ്ങളിലേക്കുള്ള ഒരു ചെറിയ യാത്രയുടെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ പോവാം. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ വന്നത് ഷെയ് പാലസ് കാണാനായിട്ടാണ്. ഹിമാലയത്തിൻ്റെ ആ ഒരു അടിപൊളി പശ്ചാത്തലത്തിൽ തല ഉയർത്തി നിൽക്കുന്ന അടിപൊളിയായിട്ടുള്ള ആ ഒരു ഷെയ് പാലസ്. ഈ ഒരു കൊട്ടാരം ഈ പ്രദേശത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും തെളിവായിട്ടാണ് അറിയപ്പെടുന്നത്. 17-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഈ ഒരു കൊട്ടാരം അന്നത്തെ കാലത്തെ രാജാക്കന്മാരുടെയും മറ്റ് സഹപാഠികളുടെയും ഒക്കെ പ്രധാനപ്പെട്ട വേനൽക്കാല വിശ്രമ കേന്ദ്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അകത്തേക്കുള്ള എൻട്രി ഫീസ് വരുന്നത് 30 രൂപയാണ്. അതെല്ലാം എടുത്ത് നേരെ നമ്മൾ മുകളിലേക്ക് കുത്തനെയുള്ള കുറേ സ്റ്റെപ്പുകളൊക്കെ കയറണം. ഓരോ സ്റ്റെപ്പ് നമ്മൾ കയറി പോകുമ്പോഴും ഹിമാലയൻ മഞ്ഞ് മലകളുടെ മനോഹരമായ കാഴ്ച ഒരു ക്യാൻവാസിൽ വരച്ചിട്ട പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് നേരം കുത്തനെയുള്ള ആ സ്റ്റെപ്പുകളൊക്കെ കയറി നേരെ നമ്മൾ മുകളിലേക്കെത്തി. താഴെ നിന്നും ഓരോ സ്റ്റെപ്പുകളൊക്കെ കയറി മേലേക്ക് എത്തുമ്പോഴും ചുറ്റിലും കാണുന്ന ആ മലനിരകളുടെ ഭംഗിയൊക്കെ ഒരുപാട് കൂടി വരുന്നതായിട്ടൊക്കെ തോന്നി തുടങ്ങി. എന്തായാലും നമ്മൾ ഏറ്റവും മുകളിലത്തെ തട്ടിലെത്തി. ഇതൊരു രാജകൊട്ടാരത്തിൻ്റെ പ്രൗഢിയിലാണോ നിർമ്മിച്ചത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം മുന്നേ നമ്മൾ പോയിട്ടുള്ള മൊണാസ്ട്രിയുടെ കാഴ്ചകളോട് സാമ്യമുള്ള പ്രയർ വീലുകളും പ്രാർത്ഥന മുറികളും ഒക്കെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ബുദ്ധ ശാക്യമുനിയുടെ ഭീമാകാരമായ പ്രതിമയാണ്. നമ്മൾ തിക്സെ മൊണാസ്ട്രിയിൽ കണ്ട മൈത്രേയ ബുദ്ധ സ്റ്റാച്യു കളിമണ്ണിൽ തീർത്തതായിരുന്നു. എന്നാൽ ഈ ഒരു പ്രതിമ പൂർണ്ണമായും ചെമ്പ് ലോഹത്തിൽ തീർത്ത് സ്വർണ്ണ വർണ്ണത്തിൽ പൂശിയെടുത്തതാണ്. ഈ ഒരു മേഖലയിലെ ഏറ്റവും വലിയ ലോഹ പ്രതിമ ഇതാണെന്നാണ് പറയപ്പെടുന്നത്. ഷെയ് ബുദ്ധ സ്റ്റാച്യു എന്നറിയപ്പെടുന്ന ഈ പ്രതിമയ്ക്ക് 39 അടി ഉയരം ആണ് ഉള്ളത്.
അടുത്തതായിട്ട് ഞങ്ങൾ വന്നത് 3 Idiots വാൾ സന്ദർശിക്കാനായിട്ടാണ്. ലേയിൽ റാഞ്ചോസ് സ്കൂൾ കോമ്പൗണ്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2009 പുറത്തിറങ്ങിയ അമീർ ഖാൻ ചിത്രമായ 3 Idiots എന്ന ഹിന്ദി സിനിമയിലൂടെ പ്രശസ്തമായ സ്കൂളും സിനിമയുമായി ബന്ധപ്പെട്ട കുറച്ചു അട്രാക്ഷൻസും മാത്രമാണ് ഇവിടെ ഉള്ളത്. ഒരു ടൂറിസ്റ്റ് അട്രാക്ഷന് വേണ്ടി ഗ്രേറ്റ് വാൾ ഓഫ് ലഡാക്ക് എന്നും 3 Idiots വാൾ എന്നും ഒക്കെ വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും ഇതൊരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻ ആകാതിരിക്കാൻ ഈ ഒരു വാൾ പൊളിച്ചു കളയാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഇവിടെ നിന്ന് അറിയാനായിട്ട് സാധിച്ചു. കുറച്ച് സുവനീർ ഷോപ്പുകളും കോഫി ഷോപ്പുകളും പിന്നെ സിനിമയുമായി ബന്ധപ്പെട്ട ഫോട്ടോസ് എടുക്കാനുള്ള സൗകര്യങ്ങളും മാത്രമാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ആ കാഴ്ചകളൊക്കെ കണ്ടു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അടുത്ത കാഴ്ചയിലേക്ക് പോകുന്നു. അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് ശാന്തി സ്തൂപം കാണാനായിട്ടാണ്. ലേ ടൗണിൽ അത്യാവശ്യം സിറ്റിയുടെ ഏത് ഭാഗത്തു നിന്നും നോക്കിയാലും ഒരു വ്യൂ കിട്ടത്തക്ക വിധം ഒരു കുന്നിന് മുകളിലായിട്ടാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലേയിൽ വരുന്ന ഒട്ടുമിക്ക സഞ്ചാരികളും ഈ ഒരു സ്ഥലം സന്ദർശിക്കാറുണ്ട്. അങ്ങനെ വണ്ടി കുന്നിന് മുകളിലേക്ക് കയറ്റി പാർക്ക് ചെയ്തു. പിന്നീട് കുറച്ച് മുകളിലേക്ക് നടന്ന് കയറിയാൽ മാത്രമേ സ്തൂപത്തിനടുത്തേക്ക് എത്താൻ പറ്റൂ. എന്നാലും വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു നടക്കാൻ തുടങ്ങി. 30 രൂപ എൻട്രി ടിക്കറ്റ് എടുക്കണം. മുകളിലേക്ക് കയറുമ്പോൾ നേരത്തെ നമ്മൾ ഷെയ് പാലസിലൊക്കെ കണ്ടതുപോലെയുള്ള ലേയുടെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കും. ശാന്തി സ്തൂപ എന്ന് പറയുന്നത് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബുദ്ധിസ്റ്റ് ആശയത്തിൽ ഒരു താഴികക്കുടത്തിൻ്റെ ആകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ബുദ്ധ ക്ഷേത്രമാണെന്ന് പറയാം. ഇതിന് മുകളിലായിട്ട് ഒരു വലിയ സ്തൂപവും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സ്തൂപം ഇൻഡോ ജാപ്പനീസ് സൗഹൃദത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു. 1991 സ്ഥാപിച്ചിട്ടുള്ള ഈ ക്ഷേത്രം ദലൈലാമ 14 ആണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. എന്തായാലും 360 ഡിഗ്രി വ്യൂവിൽ, അതും ഒരു മലയുടെ മുകളിൽ നിന്നും പ്രാർത്ഥിക്കാനും ചുറ്റുപാടുകൾ എക്സ്പ്ലോർ ചെയ്യാനും ഇവിടെ നിന്ന് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ലേയിലെ ഒരു പ്രധാന ഡെസ്റ്റിനേഷൻ തന്നെയാണ് ശാന്തി സ്തൂപ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു തീർന്നപ്പോഴേക്കും സൂര്യാസ്തമയം ആയി. ഈ ഒരു യാത്രയോടുകൂടി ലേയിലെ കാഴ്ചകളൊക്കെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും മറ്റു വിശേഷങ്ങളെല്ലാം ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.